നാസയുടെ തലപ്പത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എത്തിയിരിക്കുകയാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നാസയുടെ തലപ്പത്ത് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എത്തിയിരിക്കുകയാണ്. അമേരിക്കൻ എഞ്ചിനീയറും സർക്കാർ ഉദ്യോഗസ്ഥയുമായ ജാനറ്റ് പെട്രോയാണ് നാസയുടെ പുതിയ ഇടക്കാല അഡ്മിനിസ്ട്രേറ്ററായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 1958 സ്ഥാപിതമായ നാസയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത തലപ്പത്തെത്തുന്നത്. 70 വർഷത്തിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതോടെയാണ് ജാനറ്റ് പെട്രോയെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. നാസയുടെ 14ാം തലവനായിരുന്ന ബിൽ നെൽസണിന്റെ പിൻഗാമിയായാണ് ജാനറ്റ് പെട്രോയുടെ നിയമനം. നാസയുടെ ഫ്ലോറിഡയിലെ ജോൺ എഫ് കെനഡി സ്പേസ് സെന്ററിന്റെ 11ാമത്തെ ഡയറക്ടറായി സേവനമനുഷ്ഠിച്ചിരുന്ന ജാനറ്റ് അമേരിക്കയിലെ മിലിറ്ററി അക്കാദമിയിൽ നിന്ന് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുണ്ട്. US ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറായി സേവനം ചെയ്ത അവർ മിലിറ്ററി സേവനത്തിന് ശേഷം വിവിധ മാനേജ്മെന്റ് സ്ഥാനങ്ങൾ വഹിച്ചു. നാസയിൽ ചേരുന്നതിന് മുൻപായി മക്ഡൊണാൾഡ് ഡഗ്ലസ് എയ്റോസ്പേസ് കോർപ്പറേഷനിൽ മെക്കാനിക്കൽ എഞ്ചിനീയറും പേലോഡ് സ്പെഷ്യലിസ്റ്റുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്ഥാനമൊഴിയുന്ന ബിൽ നെൽസൺ 2021 ജൂൺ 30-നാണ് ജാനറ്റിനെ കെനഡി ബഹിരാകാശ കേന്ദ്രത്തിന്റെ തലവയാക്കിയത്. അതിനു മുൻപ് ഇവർ കെനഡി സ്പേസ് സെന്ററിന്റെ ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു. നാസയുടെ എല്ലാ പരിപാടികളും ബജറ്റും നിയന്ത്രിക്കുന്ന ബഹിരാകാശ ഗ്രഹാന്തര പര്യവേഷണങ്ങളിൽ ഏറെ ശ്രദ്ധിക്കുന്ന കാലയളവിലാണ് ജാനറ്റ് പെട്രോ നാസയുടെ തലപ്പത്തേക്ക് എത്തുന്നത്. രണ്ടാം ട്രംപ് സർക്കാരിന് കീഴിൽ നാസയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കുമെന്നത് വലിയ ആകാംക്ഷയാണ്. ഇടക്കാലത്തേക്കാണെങ്കിലും നാസയെ നയിക്കുന്ന ആദ്യ വനിതയാണ് ജാനറ്റ് പെട്രോ എന്ന പ്രത്യേകതയും ഈ നിയമനത്തിന് പിന്നിലുണ്ട്. 2018 ജാനറ്റ് പെട്രോയെ ഫ്ലോറിഡ ഗവർണർ ഫ്ലോറിഡ വിമൺ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയിരുന്നു.